Good morning. Good morning, ma'am. Good morning. Good morning. Good morning, ma'am. Good morning, Good ma'am. morning, ma'am. Good morning, ma'am. Okay, നമ്മുടെ സെക്കൻഡ് ക്ലാസ് ആണല്ലേ? ഇങ്ങനെയല്ലേ നമുക്ക് ക്ലാസ് തുടങ്ങിയത്? അതെ. മിസ്സിനൊക്കെ പരിചയപ്പെട്ടോ? എങ്ങനെയായിരുന്നു ഫസ്റ്റ് ക്ലാസ്? നല്ലതായിരുന്നോ? ഓക്കെ. എന്റെ പേര് മിൽഡ്രോസ്. വീട് മൂത്തുകുന്നം. പേര് മിൽഡ്രോസ് ട്ടോ. മനസ്സിലായോ? ക്ലിയർ ആയോ? ടൈം ടേബിൾ ഒക്കെ കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഇല്ല. കിട്ടിയിട്ടില്ലല്ലേ? ഓക്കെ. ടെക്സ്റ്റ് ബുക്കിന് അപ്ലൈ ചെയ്തിട്ടുണ്ടോ? ടെക്സ്റ്റ് ബുക്ക് കിട്ടിയവരുണ്ടോ? അപ്ലൈ ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല അല്ലെ? ആർക്കും കിട്ടിയിട്ടില്ല. ഇല്ല. ഓക്കെ. അപ്പൊ മിസ് പറയുന്ന കാര്യങ്ങൾ ലെക്ചർ നോട്ട് ആയിട്ട് എഴുതിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ക്ലിയർ ആവില്ല. ഓക്കെ. അപ്പൊ ലെക്ചർ നോട്ട് ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതിയെടുക്കാം. ഓക്കെ ആണോ? ക്ലിയർ ആയോ മിസ് പറഞ്ഞത്? ക്ലിയർ ആയി. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാനായിട്ട്? ഇല്ല. ഓക്കെ. ഇനി മിസ് എടുത്തു കഴിഞ്ഞ ഭാഗത്ത് നിന്ന് നെക്സ്റ്റ് ദിവസം റെക്കോർഡിംഗ് ക്ലാസ്സിന്റെ ഒപ്പം തന്നെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇട്ട് തരും. 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അത് എല്ലാവരും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരുന്നത് കേട്ടോ. ഓക്കെ. 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് അറ്റൻഡ് ചെയ്യാം. ക്ലിയർ ആയോ? എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഫസ്റ്റ് മൊഡ്യൂളിലെ 3rd ചാപ്റ്റർ ആണ് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ഓക്കെ. അപ്പോ ചാപ്റ്റർ 3rd എന്ന് പറഞ്ഞിട്ട് ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞ് നോട്ടിൽ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. എടുക്കുന്ന ചാപ്റ്റർ മിസ്സുമാരുടെ പേരൊന്ന് എഴുതി വെക്കാം. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്, ഏതൊക്കെ മിസ്സുമാരാണ് എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ഓക്കെ. ഇനി മിസ് മ്യൂട്ട് ചെയ്തിട്ടായിരിക്കും ക്ലാസ് എടുക്കുന്നത്, അല്ലെങ്കിൽ അൺമ്യൂട്ട് ഒക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും കേൾക്കാനായിട്ട്. ചിലപ്പോ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല, ഞാൻ പറയുന്നത് നിങ്ങൾക്കും ക്ലിയർ ആവില്ല. ഓക്കെ. മിസ് മ്യൂട്ട് ചെയ്തിട്ടായിരിക്കും ക്ലാസ് എടുക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതി. പേര് ഞാൻ പറയാം, മിൽഡ്രോസ്. ഞാൻ കമന്റ് ഇടാം കേട്ടോ, ചിലവർക്ക് അത് കിട്ടില്ല. എന്റെ പേര് ഒരു ബുദ്ധിമുട്ടാണ്. കമന്റ് ഇടാം കേട്ടോ. കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ മിസ്. മിൽഡ്രോസ് എന്നാണ് പേര്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിച്ചോളൂ കേട്ടോ. മിസ് പറഞ്ഞു തരാം, പേടിച്ചൊന്നും ഇരിക്കേണ്ട കാര്യമില്ല. ഓക്കെ. അറിയാത്ത കാര്യങ്ങൾ മനസ്സിലായില്ല എങ്കിൽ ചോദിച്ചോളൂ, കുഴപ്പമില്ല കേട്ടോ. എത്ര വട്ടം വേണമെങ്കിലും പറഞ്ഞു തരാം. ഓക്കെ. ഓക്കെ. 3rd ചാപ്റ്റർ പേജ് നമ്പർ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല അല്ലെ? ഓക്കെ. 3rd ചാപ്റ്റർ ആണ് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. എല്ലാവരും ലെക്ചർ നോട്ട് എഴുതിക്കോളൂ കേട്ടോ. ഓക്കെ. ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ നോക്കിക്കോളൂ. ഇൻട്രൊഡക്ഷൻ നോക്കി. ഇൻ ഇന്ത്യ. നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ മക്കളെ? ക്ലിയർ ആണോ? ഇനി വലുതാക്കണോ മിസ്? ഓക്കെ ആണല്ലേ? Okay. In India, besides the existence of modern medicine, traditional medical practitioners continue to practice throughout the country. Popular native health
care traditions consist of Ayurveda, Yoga, Unani, Siddha, Homeopathy and Naturopathy. എന്താ പറയുന്നത്? ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ അല്ലെ, പണ്ട് കാലത്തുള്ള ഹെൽത്ത് കെയർ സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പണ്ട് കാലങ്ങളിൽ ഏതൊക്കെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്? ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഏതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? പറയാൻ പറ്റോ? പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട് നമ്മള്. പറഞ്ഞു നോക്കിയൊന്ന്, ഏതൊക്കെയായിരുന്നു ട്രഡീഷണൽ ആയിട്ടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റംസ്? ഓക്കെ, ആയുർവേദ അല്ലെ, ആയുർവേദ. പിന്നെ ഏതൊക്കെയാണ്? ആയുർവേദം മാത്രം യൂസ് ചെയ്തിരുന്നുള്ളൂ നമ്മള്? ഹോമിയോപ്പതി, സിദ്ധ സിസ്റ്റം. ഓക്കെ അല്ലെ, നമ്മൾ വായിച്ച കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. അപ്പൊ പണ്ട് കാലത്തും ഇന്നത്തെ പോലെ ഓക്കെ, യുനാനി, സിദ്ധ, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കി, പണ്ട് കാലത്തും ഇന്നത്തെ പോലെ തന്നെയുള്ള ട്രീറ്റ്മെന്റുകൾ ഉണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ പണ്ട് കാലത്തുള്ള സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണ്? പാമ്പ് കടിച്ചാൽ വൈദ്യുതി എടുത്ത് കൊണ്ടുവന്നിട്ട് വിഷമർദ്ദിക്കുന്ന കാര്യങ്ങൾ അല്ലെ. ആയുർവേദ രീതിയിൽ ചികിത്സ കൊടുക്കാറില്ലേ ആളുകൾക്ക്? കണ്ടിട്ടില്ലേ നിങ്ങൾ സിനിമയിലൊക്കെ? പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ വിഷമർദ്ദിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ പണ്ട് കാലത്തെ സിനിമയില്? കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ പോലെ തന്നെ എന്താണ് ട്രഡീഷണൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളും ഉണ്ടായിരുന്നു. ഇന്ത്യയില് മോഡേൺ മെഡിസിൻ നിലനിന്നിരുന്ന കാലഘട്ടത്തും ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ഹെൽത്ത് കെയർ സിസ്റ്റം ഉണ്ടായിരുന്നു. ഈ മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മോഡേൺ മെഡിസിൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? പറയാൻ പറ്റോ? മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞാല് എന്താണ്? ഡിഫറെന്റ് ആയിരിക്കും. എന്ത് സിസ്റ്റം ആണ്? അലോപ്പതിക് സിസ്റ്റം അല്ലെ. ഇംഗ്ലീഷ് മരുന്നുകളാണ് നമ്മൾ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞാല് ഇംഗ്ലീഷ് മരുന്നുകളുടെ കാലഘട്ടം അല്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്നിനെയാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ട്രഡീഷണൽ മെഡിസിനും മോഡേൺ മെഡിസിനും. ഓക്കെ, അപ്പൊ എന്താണ്? ഇന്ത്യയില് അലോപ്പതിക് മെഡിസിൻസ്, ഇംഗ്ലീഷ് മരുന്നുകളുടെ കാലഘട്ടം ഉണ്ടായിരുന്ന ആ ടൈമിൽ തന്നെ നമ്മള് ട്രഡീഷണൽ മെഡിസിനുകൾ ഏതൊക്കെയാണ്? ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി ഇവയും ഉപയോഗിച്ചിരുന്നു. മനസ്സിലായോ? ഓക്കെ ആണോ? നമ്മളിപ്പോ ഒരു എമർജൻസി സിറ്റുവേഷൻസ്, എന്തെങ്കിലും എമർജൻസി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടേക്കാണ് ഓടുന്നത്? ഇംഗ്ലീഷ് മരുന്ന് അല്ലെ. പെട്ടെന്ന് മാറാൻ വേണ്ടി, പെട്ടെന്ന് ഒരു ഫീവർ ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യോ കാലോ ഒക്കെ ഒടിഞ്ഞെങ്കിൽ നമ്മൾ എപ്പോഴും അതെന്താണ്? മാറാൻ വേണ്ടിയിട്ട് അല്ലെ, പെട്ടെന്ന് തന്നെ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മള് മോഡേൺ ട്രീറ്റ്മെന്റിലോട്ടാണ് പോകുന്നത് അല്ലെ. ആണോ? ഇംഗ്ലീഷ് മരുന്നുകളല്ലേ നമ്മൾ യൂസ് ചെയ്യാറ്. എന്നിരുന്നാൽ കൂടിയും ഇന്ത്യയില് ആളുകള് ട്രഡീഷണൽ ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള മെഡിസിനുകൾ, ട്രഡീഷണൽ എന്ന് പറഞ്ഞാല് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി ഇവയും ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയോ ഇൻട്രൊഡക്ഷൻ? ഓക്കെ ആണോ? ഇനി നോക്കിയേ, നിങ്ങൾ ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ? ആയുഷ് അല്ലെ. AYUSH, ആയുഷ്. ഇവ എന്താണ്? എ എന്ന് പറഞ്ഞാല് ആയുർവേദയുടെ ഫസ്റ്റ് ലെറ്റർ ആയ എ. നോക്കിക്കോളൂ കേട്ടോ, PDF നോക്കിക്കോളൂ, സ്ക്രീനിൽ നോക്കാം, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പൊ എന്താണ് ആയുഷ് എന്ന് പറഞ്ഞാല്? ആയുഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആയുർവേദയുടെ ഫസ്റ്റ് ലെറ്റർ ആയ എ. അതുപോലെ തന്നെ വൈ എന്ന് പറഞ്ഞാല് യോഗയുടെ ഫസ്റ്റ് ലെറ്റർ ആയ വൈ. പിന്നെ യുനാനിയുടെ ഫസ്റ്റ് ലെറ്റർ ആയ യു. അതുപോലെ സിദ്ധ സിസ്റ്റത്തിന്റെ ഫസ്റ്റ് ലെറ്റർ ആയ എസ്. ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതിയുടെ എച്ച്. അപ്പോ ഈ ഫസ്റ്റ് ലെറ്റേഴ്സ് കൊണ്ട് അടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് ആയുഷ് എന്ന് പറയുന്നത്. അപ്പോ ഈ ആയുഷിന്റെ കീഴിൽ വരുന്നതാണ് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി എന്ന് പറയുന്നത്.
ആയുഷ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എവിടെയൊക്കെയാ കേട്ടിട്ടുള്ളത് ആയുഷ് എന്ന് പറഞ്ഞത്? ആയുഷ് എവിടെയൊക്കെയാണ് കേട്ടിരിക്കുന്നത്? എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ ആയുഷ് എന്ന വാക്ക്? ആരും കേട്ടിട്ടില്ലേ ആയുഷ്? പ്രൊഡക്ട്സുകൾ അല്ലെ? നമ്മള് സെൻട്രൽ ഗവൺമെന്റ് പ്രൊജക്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഓരോ പ്രൊഡക്റ്റ്? ആയുർവേദിക് പ്രൊഡക്റ്റിന്റെ ഒക്കെ പരസ്യത്തില് അല്ലെങ്കിൽ എന്താണ് കവറിന്റെ അല്ലെ, റാപ്പിംഗ് കവറിൽ ഉണ്ടാവും അല്ലെ? ആണോ? ശ്രദ്ധിച്ചിട്ടില്ല ആരും? ഇനി ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ആയുഷ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ വരുന്നതാണ്. ഇപ്പോ നിങ്ങളൊരു എന്താണ് ഇപ്പോ നിങ്ങളൊരു യോഗയുടെ ഒരു സെൻട്രൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിപ്ലോമ കോഴ്സ് പഠിക്കാൻ പോണെങ്കിൽ അതിന്റെ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും അല്ലെ? കിട്ടില്ലേ? നമുക്ക് എന്ത് കോഴ്സ് ചെയ്താലും നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടില്ലേ? ആ കോഴ്സ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാല് കിട്ടോ? ഇല്ല, കിട്ടില്ല. കിട്ടും. അപ്പൊ ആ കിട്ടിക്കഴിയുമ്പോ ആ സർട്ടിഫിക്കറ്റിന്റെ അവിടെ ഉണ്ടാവും എന്ത്? ആയുഷ് സർട്ടിഫൈഡ് എന്ന്. അല്ലെങ്കിൽ ഇപ്പോ യോഗ ചെയ്യാൻ പോണേ, ഒരു സെന്ററിൽ നിങ്ങൾ യോഗ ചെയ്യാൻ പോണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഫ്ലെക്സിൽ നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ത്? ആയുഷ് സർട്ടിഫൈഡ്. അപ്പൊ ഈ ആയുഷ് എന്ന് പറഞ്ഞാല് സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ആയുഷ് എന്ന് പറഞ്ഞത് ഫോം ചെയ്തിരിക്കുന്നത് എത്രയിലാണ്? 2014 നവംബർ 9 ഇത് വന്നിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ആയുഷ് എന്ന് പറഞ്ഞാല് ആയുർവേദയുടെ ഫസ്റ്റ് ലെറ്ററായ എ, യോഗയുടെ ഫസ്റ്റ് ലെറ്ററായ വൈ, യു, അതുപോലെ സിദ്ധ സിസ്റ്റത്തിന്റെ എന്താണ്? എസ്, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതിയുടെ എച്ച്. അപ്പോ ഈ ഫസ്റ്റ് ലെറ്റേഴ്സ് കൂടിയിരിക്കുന്നതാണ് ആയുഷ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ വരുന്നതാണ് ആയുഷ് എന്ന് പറയുന്നത്. ഇത് ഫോം ചെയ്തിരിക്കുന്നത് 2014 നവംബർ 9 ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി എന്ന് പറയുന്നത് ആയുഷിന് കീഴിൽ വരുന്നതാണ്. ഇതൊക്കെ എന്താണ്? ട്രഡീഷണൽ ആയിട്ടുള്ള എന്താണ്? ഹെൽത്ത് കെയർ സിസ്റ്റം ആണ്. മിസ് നോട്ട് പറഞ്ഞുതരാട്ടോ. ലെക്ചർ നോട്ട് ആയിട്ട് എഴുതാം. ഇത്ര വരെ മിസ് പറഞ്ഞത് ഓക്കെ ആണോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് മനസ്സിലായെങ്കിലും തമ്പിടുകയോ അല്ലെങ്കിൽ കമന്റ് ഇടുകയോ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ക്ലിയർ ആവില്ല. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ മിസ് ഇങ്ങനെ പറഞ്ഞു പോകും ചിലപ്പോ. ഓക്കെ, എല്ലാവരും ഒന്ന് കമന്റ് ഇടണം. മിണ്ടാതിരിക്കരുത് കേട്ടോ. പേടിച്ചൊന്നിരിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലെങ്കിൽ മിസ്സിനോട് പറയാം. ഓക്കെ, ഇനി നോട്ട് എഴുതാം. മിസ് പറഞ്ഞു തരട്ടെ? ഓക്കെ ആണോ? ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എഴുതിക്കോളൂ. ആയുർവേദ ഫസ്റ്റ് പോയിന്റ് ആണ് പറയുന്നത്. ആയുർവേദ, യോഗ, യുനാനി. അറിയാത്തവര് സ്ക്രീൻ നോക്കി എഴുതാട്ടോ, സ്പെല്ലിംഗ് കിട്ടാത്തവര്. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. ഇത്ര വരെ ഒന്ന് എഴുതിയേ. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. Under the Ministry of Ayush. Under the Ministry of Ayush. Ayurveda, Yoga, Unani, Siddha, Homeopathy and Naturopathy under the Ministry of Ayush. ആയുഷിന് കീഴിൽ വരുന്നതാണ്. ഏതൊക്കെയാണ്? ആയുർവേദയുണ്ട്, യോഗയുണ്ട്, യുനാനി ഉണ്ട്,
സിദ്ധയുണ്ട്, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. ഫസ്റ്റ് പോയിന്റ് എഴുതിയോ എല്ലാവരും? ഓക്കെ ആണോ? ഓക്കെ, കിട്ടാത്തവരുണ്ടോ? ഡൗട്ട് എന്തെങ്കിലും മിസ് ഒന്നും കൂടി പറയേണ്ടതായിട്ടുണ്ടോ? ഇല്ല, എല്ലാവർക്കും ഓക്കെയാണ്. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് എഴുതിക്കേ. സെക്കൻഡ് പോയിന്റ് കേട്ടോ. The ministry under the government of India. The ministry under the government of India. നമ്മൾ പറഞ്ഞല്ലേ ആയുഷ് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതാണ്. അതാണ് ആ പോയിന്റ് കേട്ടോ. The ministry under the government of India. The ministry under the government of India. Okay. The third point. It is formed. It is formed. പറഞ്ഞു തരാം കേട്ടോ, പറഞ്ഞു തരാം. It is formed. Formed. എങ്ങനെയാണ്? FORMED. ഫോം ചെയ്തിരിക്കുന്നത്. It is formed in 9th November 2014. 2014. 9th November 2014. മൂന്ന് പോയിന്റും ഒന്നുകൂടി മിസ് വായിക്കാം കേട്ടോ, കിട്ടാത്തവര് നോട്ട് ചെയ്യാം. ഓക്കെ, ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ആയുഷ്. ഈ സെക്കൻഡ് പോയിന്റ്, the ministry under the government of India. Third point, it is formed in 9th November 2014. Clear ayo? Okay. ഇനി നോക്കിയേ, ട്രഡീഷണൽ ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റംസ് ആണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞല്ലേ, ആയുർവേദയുണ്ട്, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി ആണ് പരമ്പരാഗതമായിട്ടുള്ള ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റംസ് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് കിട്ടിയില്ല, ഒന്നുകൂടി പറയാട്ടോ. രണ്ടാമത്തെ പോയിന്റ്, the ministry under the government of India. ഓക്കെ, നമുക്ക് ആയുർവേദ തുടങ്ങാം. ഓക്കെ, ഇത്ര വരെയും ക്ലിയർ ആണോ? മിസ് പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ തൊട്ട് ഇത്ര വരെയും ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇനി നമ്മുടെ പോപ്പുലർ ആയിട്ടുള്ള ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് ആണ് ആയുർവേദ. ആയുർവേദയെ കുറിച്ചാണ് കേട്ടോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ. The Ayurveda meaning science of life. അണ്ടർലൈൻ ചെയ്ത് വെച്ചേ, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ആയുർവേദയുടെ മീനിങ് എന്താണ്? എന്താണ് മീനിങ്? സയൻസ് ഓഫ് ലൈഫ്. സയൻസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തായിരിക്കും സയൻസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാല്? ജീവിതശാസ്ത്രം അല്ലെ? ആണോ? ഓക്കെ, ജീവിതശാസ്ത്രം. സിസ്റ്റം ഡീൽസ് വിത്ത് ജീവന്റെ ശാസ്ത്രം. ഓക്കെ, സിസ്റ്റം ഡീൽസ് വിത്ത് കോസസ്, സിംപ്റ്റംസ്, diagnosis and treatment based on aspect of well-being, mental, physical and spiritual. എന്താണ് കോസസ് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും മീനിങ്? കോസസ് എന്താ മീനിങ്? കാരണങ്ങൾ. ഓക്കെ, ഇനി സിംറ്റംസ് എന്തായിരിക്കും മീനിങ്? സിംറ്റംസ്
അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കാട്ടോ. അതിനു വേണ്ടിയാണ് മിസ് ഇങ്ങനെ ചോദിക്കുന്നത്. ചിലവർക്കൊക്കെ അറിയാൻ പറ്റും, ഭൂരിഭാഗം എല്ലാവർക്കും അറിയാൻ പറ്റും. അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കാനാണ്, നോട്ട് ചെയ്ത് വെക്കാനാണ് കേട്ടോ മിസ് ഇങ്ങനെ ചോദിക്കുന്നത്. ഓക്കെ, സിംറ്റംസ് ലക്ഷണങ്ങളാണ്. ഇനി ഡയഗ്നോസിസ് എന്താ? ഡയഗ്നോസിസ് രോഗനിർണയം. ഓക്കെ, വെരി ഗുഡ്. രോഗനിർണയം. ട്രീറ്റ്മെന്റ് അറിയാലോ. അപ്പൊ എന്താണ് മെന്റലി അല്ലെ? മെന്റലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മാനസികമായ. ഫിസിക്കലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ശാരീരികമായ. ആൻഡ് സ്പിരിച്വൽ അല്ലെ? സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ആത്മീയമായ അല്ലെ? മെന്റലി ആയിക്കോട്ടെ, ഫിസിക്കലി ആയിക്കോട്ടെ, അതുപോലെ തന്നെ എന്താണ് സ്പിരിച്വലി ആയിക്കോട്ടെ, ഒരു ഹ്യൂമൻ ബോഡിയില് രോഗങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ, അതുപോലെ തന്നെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, രോഗങ്ങളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, രോഗനിർണയം, അതിന്റെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, ഇതൊക്കെയാണ് ആയുർവേദ ഡീല് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ആയുർവേദ എന്ന് പറയുന്നത് മീനിങ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സയൻസ് ഓഫ് ലൈഫ് ആണ്, ഓർത്ത് വെക്കണം, മറന്നു പോകരുത്. സയൻസ് ഓഫ് ലൈഫ് ആണ് ആയുർവേദയുടെ മീനിങ് എന്ന് പറഞ്ഞാല്. അതുപോലെ തന്നെ ആയുർവേദ ഡീല് ചെയ്യുന്നത് മെന്റലി ആയിക്കോട്ടെ, ഫിസിക്കലി ആയിക്കോട്ടെ, അതുപോലെ തന്നെ സ്പിരിച്വലി ആയിക്കോട്ടെ, ഒരു ഹ്യൂമൻ ബോഡിയില് രോഗങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങള്, അതുപോലെ രോഗനിർണയം, അതുപോലെ അതിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, ഇതൊക്കെയാണ് ആയുർവേദ ഡീല് ചെയ്യുന്നത്. ക്ലിയർ ആയോ? മനസ്സിലാവാത്തവരുണ്ടോ? ഈ മിസ് പറഞ്ഞ കാര്യങ്ങള് മനസ്സിലാവാത്തവരുണ്ടോ? ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങൾ മിസ് PDF ഇല്ലാത്തത്, സ്ക്രീനിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് മിസ് പറയുന്നത്. ആയുർവേദ നമ്മുടെ നാട്ടിലോട്ട് വന്നിട്ട് 5000 വർഷങ്ങൾക്ക് മേലെയായി. ആയുർവേദ നമ്മുടെ നാട്ടിലോട്ട് വന്നിട്ട് 5000 വർഷങ്ങൾക്ക് മേലെയായി. പിന്നെ ആയുർവേദയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോ പഞ്ചമഹാഭൂതാസ്, അല്ലെങ്കിൽ പഞ്ചമഹാഭൂതങ്ങള് പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർമ്മയുണ്ടോ ചെറിയ ക്ലാസ്സിലൊക്കെ? ഇല്ല. ഓക്കെ, പറയാം. ആയുർവേദയില് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് എന്താണ്? ആയുർവേദ പറയുന്നത് പ്രപഞ്ചത്തിലെ ഒരു കണിക പോലും ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ളത് 5 എലമെന്റ്സ് കൊണ്ടാണ്. ഓക്കെ, എന്താണ് ആയുർവേദ പറയുന്നത്? പ്രപഞ്ചത്തിലെ ഒരു കണിക അതുണ്ടായിരിക്കുന്നത് 5 എലമെന്റ്സ് കൊണ്ടാണ്. ഞാൻ പറയുമ്പോൾ ചിലർക്ക് ചിലപ്പോൾ ഓർമ്മ വരാം. എന്താണ് 5 എലമെന്റ്സ് എന്ന് പറയുന്നത്? ആകാശം, വായു, ഭൂമി, ജലം, അഗ്നി. അതിനെയാണ് നമ്മള് പഞ്ചമഹാഭൂതങ്ങൾ എന്ന് പറയുന്നത്. ആകാശം, വായു, ഭൂമി, ജലം, അഗ്നി. ഓർമ്മ വരുന്നുണ്ടോ? ചില പഠിച്ചിരിക്കുന്ന കാലഘട്ടത്തൊക്കെ ചിലപ്പോ അല്ലെ ഓർമ്മ വരുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ അതിനെയാണ് പഞ്ചമഹാഭൂതങ്ങൾ എന്ന് പറയുന്നത്. പഠിച്ചില്ലേ? അപ്പോ ആയുർവേദ പറയുന്നത് എന്താണ്? പ്രപഞ്ചത്തിലെ ഒരു കണിക ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്? 5 എലമെന്റ്സ് വഴിയാണ്. 5 എലമെന്റ്സ് എന്ന് പറയുന്നത് ആകാശം, വായു, ഭൂമി, ജലം, അഗ്നി. അതിനെയാണ് പഞ്ചമഹാഭൂതങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പഞ്ചമഹാഭൂതാസ്. ഓക്കെ, ഇനി ഈ 5 എലമെന്റ്സ് ശ്രദ്ധിച്ചോളൂ കേട്ടോ. 5 എലമെന്റ്സ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ അടങ്ങിയിരിക്കുന്നത് 3 കമ്പോണൻസിലൂടെയാണ്. മനസ്സിലായോ? നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഈ 5 എലമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? 3 ഫോമിലാണ്. 3 ഫോമിലാണ് ഈ 5 എലമെന്റ്സ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഉള്ളത്. ഇത് ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? വെരി ഗുഡ്. എന്താണ്? വാത, പിത്ത, കഫ. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ
ഈ 5 എലമെന്റ്സ് നിലനിൽക്കുന്നത് 3 ഫോമിലാണ്. വാത, പിത്ത, കഫ. അതിന് പറയുന്ന ഒരു പേരുണ്ടല്ലോ, 3 പേരെയും ഈ 3 എണ്ണത്തിനെയും കൂടി കൂട്ടി പറയുന്ന ഒരു പേര് എന്താ പറയുന്നത്? ത്രിദോഷങ്ങൾ. ഓർമ്മ വരുന്നുണ്ടോ? ത്രിദോഷ അല്ലെങ്കിൽ ത്രിദോഷങ്ങൾ എന്ന് പറയും കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഞാൻ പറഞ്ഞു എന്താണ്, ഈ 5 എലമെന്റ്സും 3 ഫോമിലാണ് നിലനിൽക്കുന്നത് അല്ലെ. ത്രിദോഷങ്ങൾ എന്ന് പറഞ്ഞു, വാത, പിത്ത, കഫ. ഇനി ഇതിനകത്ത് ഏതെങ്കിലും കഫോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എലമെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പോണന്റ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ കൂടുകയോ കുറയുകയോ ചെയ്തു കഴിഞ്ഞാല് നമ്മൾക്ക് രോഗങ്ങൾ ഉണ്ടാകും. മനസ്സിലായോ? അതാണ് ആയുർവേദ പറയുന്നത്. ക്ലിയർ ആയോ? ഈ 3 ഫോമിലാണ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞല്ലേ, വാത, പിത്ത, കഫ. ഇപ്പോ കഫം നമ്മുടെ ഉള്ളില് ഹ്യൂമൻ ബോഡിയിൽ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അസുഖങ്ങൾ ഉണ്ടാവില്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ഈ 3 ഫോമിലുള്ള ഏതെങ്കിലും ഒരു കമ്പോണന്റ്, വാതോ അല്ലെങ്കിൽ പിത്തമോ അല്ലെങ്കിൽ കഫമോ, അതിന്റെയൊക്കെ അളവ് കൂടുകയോ കുറയുകയോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തു കഴിഞ്ഞാല് നമ്മുടെ ഹ്യൂമൻ ബോഡിയില് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തില് രോഗങ്ങൾ ഉണ്ടാകുന്നു. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളൊന്ന് ലെക്ചർ നോട്ടായിട്ട് എഴുതി വെക്കണം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മിസ് പറയുമ്പോ എഴുതി വെക്കാം. ഒന്നും കൂടി മിസ് പറയാം. ആയുർവേദ എന്ന് പറഞ്ഞാൽ എന്താണ്? സയൻസ് ഓഫ് ലൈഫ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, എഴുതി വെക്കണം, മാർക്ക് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ആയുർവേദ എന്താണ്? നമ്മുടെ നാട്ടിലോട്ട് വന്നിട്ട് 5000 വർഷങ്ങൾക്ക് മേലെയായല്ലേ. ഈ ആയുർവേദ പറയുന്നത് എന്താണ്? പ്രപഞ്ചത്തിലെ ഒരു കണിക ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്? 5 എലമെന്റ്സ് വഴിയാണ് അല്ലെ. ആകാശം, വായു, ഭൂമി, ജലം, അഗ്നി. ഇതിനെ പറയുന്ന കോമൺ ആയിട്ട് പറയുന്ന പേരാണ് പഞ്ചമഹാഭൂതങ്ങൾ. ഇനി ഈ പഞ്ചമഹാഭൂതങ്ങള് നമ്മുടെ ഹ്യൂമൻ ബോഡിയില് 3 ഫോംസിലാണ് നിലനിൽക്കുന്നത്. വാത, പിത്ത, കഫ. ഇതിനെ പറയുന്ന പേരാണ് ത്രിദോഷങ്ങൾ. ഓക്കെ, ഈ 3 എണ്ണത്തിലും ഏതിന്റെങ്കിലും ഒരു അളവ് നമ്മുടെ ഹ്യൂമൻ ബോഡിയില് ഇപ്പോ കഫത്തിന്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്തു കഴിഞ്ഞാല് നമ്മൾക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നു. ഇതാണ്. ക്ലിയർ ആയോ? മിസ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതി വെക്കണം കേട്ടോ. ഓക്കെ ആണോ ആയുർവേദ കൺസെപ്റ്റ്? പഞ്ചമഹാഭൂതങ്ങൾ, ത്രിദോഷങ്ങൾ. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ആണ് 3 ഫോംസ് ഒന്നുകൂടി പറയാം. എന്താണ്? ഞാൻ പറഞ്ഞു 5 എലമെന്റ്സ് നമ്മുടെ ശരീരത്തില് 3 കമ്പോണൻസിലൂടെയാണ് നിലനിൽക്കുന്നത് അല്ലെ. ഇതൊക്കെയാണ് വാത, പിത്ത, കഫ. ഇതിനെ പറയുന്ന പേരാണ് ത്രിദോഷങ്ങൾ. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്തു കഴിഞ്ഞാല് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ രോഗങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെയാണോ? ഇനി ആയുർവേദ കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ആയുർവേദ കൊണ്ടുള്ള ഗുണങ്ങള് ഒന്ന് പറഞ്ഞു നോക്കിയേ. തെറ്റാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ കമന്റ് ഇട്ടോളൂ, മിണ്ടാതിരിക്കരുത് കേട്ടോ. ഓക്കെ, പറഞ്ഞു നോക്കിയോന്ന് ആയുർവേദ കൊണ്ടുള്ള ഗുണങ്ങള്. വെരി ഗുഡ്. എന്താണ്? സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല അല്ലെ. സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ എന്തൊക്കെയാവാം? ശരീരത്തിന് ഉന്മത്തം കിട്ടുന്നു അല്ലെ. ഓക്കെ, വെരി ഗുഡ്. ലെസ് സൈഡ് എഫക്റ്റ്. പിന്നെ എന്താണ്? അത് ആയുർവേദയുടെ മെഡിസിൻ എങ്ങനെയാ അവരുണ്ടാക്കുന്നത്? ഇതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് ആയുർവേദയുടെ മെഡിസിൻ?
നാച്ചുറലി അല്ലെ, പ്ലാന്റ്സിൽ നിന്നാണല്ലോ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. പച്ചമരുന്നുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് മരുന്നുകൾ ഉണ്ടാക്കുന്നത്. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? യോഗ. ഇതെല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. യോഗ ചെയ്യുന്നവരുണ്ടോ നമ്മുടെ ക്ലാസ്സിൽ? യോഗ ചെയ്യുന്നവരുണ്ടോ ഡെയിലി? ഇല്ല, ആരും ചെയ്യാറില്ല. ഓക്കെ, യോഗ നോക്കാം. യോഗ is both a science and an art that promotes healthy living physically, mentally, morally and spiritually. എന്താ പറയുന്നത്? ഫിസിക്കലി ആയിക്കോട്ടെ, മോറലി ആയിക്കോട്ടെ. മോറലി എന്ന് പറഞ്ഞാൽ എന്താണ്? സന്മാർഗികമായി. അതുപോലെ സ്പിരിച്വലി ആയിക്കോട്ടെ, മെന്റലി ആയിക്കോട്ടെ, നമുക്ക് യോഗ ചെയ്ത് കഴിയുമ്പോ എന്താ കിട്ടുന്നത്? ഹെൽത്തി ലിവിങ് അല്ലെ, ഹെൽത്തി ലിവിങ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. യോഗ ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ എന്ന് പറയാൻ പറ്റുമോ? അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കാം? നമ്മുടെ ക്ലാസ്സിൽ ആരും ചെയ്യാറില്ലേ യോഗ? ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, ചെയ്യാത്തവരൊന്നും ഉണ്ടാവില്ല. ഓക്കെ, സ്ട്രെസ് വർഷ ചെയ്യാറുണ്ട്. ഓക്കെ, സ്ട്രെസ് റിലീഫ് അല്ലെ, സ്ട്രെസ് റിലീഫ് കിട്ടുന്നുണ്ട്. അതുപോലെ എന്താണ്? ഗുഡ് ഹെൽത്ത് ഉണ്ടാവുന്നുണ്ട് അല്ലെ, മൈൻഡ് ഫ്രീ ആകും ഇല്ലേ? ഇതൊക്കെയാണ്. മൈൻഡ് റിലാക്സേഷൻ ആവും, കോൺസെൻട്രേഷൻ കിട്ടും അല്ലെ, സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ബോഡി റിലാക്സ് ആവും. ഇതൊക്കെയാണ് യോഗ കൊണ്ടുള്ള ഗുണങ്ങൾ അല്ലെ. ഹെൽത്തി ലിവിങ് അല്ലെ, ഹെൽത്തി ലിവിങ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് യോഗ എന്ന് പറയുമ്പോൾ എന്താണ്? നന്നായിട്ട് ഉറങ്ങാൻ പറ്റും അല്ലെ, മൈൻഡ് റിലാക്സേഷൻ അല്ലെ. പിന്നെ എന്തൊക്കെയാണ്? പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, എന്താണ്? ഹോർമോൺ ഡിസീസസിനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. യോഗയിലൂടെ എന്താ നടക്കുന്നത്? ഹോർമോൺ ഡിസീസസിനെ പ്രിവെന്റ് ചെയ്യുന്നു. ഹോർമോൺ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ ഉണ്ടാകുന്നത് തടയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതും കൂടി ഒന്ന് എഴുതി വെച്ചോട്ടാ. യോഗ കൊണ്ടുള്ള ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. മൈൻഡ് റിലാക്സ്, ഹാപ്പിനെസ് ഉണ്ടാകുന്നുണ്ട്, ഫ്ലെക്സിബിലിറ്റി, സ്ട്രെങ്ത് അല്ലെ. അതിന്റെ കൂടെ ഒന്ന് ഈ ഹോർമോൺ ഡിസീസസിനെ പ്രിവെന്റ് ചെയ്യുന്നു. അതും കൂടെ ഒന്ന് എഴുതി വെച്ചാൽ. ഓക്കെ, ഇത് കഴിഞ്ഞോ? നിങ്ങൾക്ക് അറിയാലോ യോഗ കൊണ്ടുള്ള ഗുണങ്ങള്. പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എഴുതി കഴിഞ്ഞാല് തമ്പിടണം കേട്ടോ, അല്ലെങ്കിൽ കമന്റ് ഇടാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്ത്? യുനാനി സിസ്റ്റം. നോക്കിക്കോളൂ. നെക്സ്റ്റ് ആണ് യുനാനി സിസ്റ്റം ഓഫ് മെഡിസിൻ ട്രൈസ് ഇൻ പ്രൊമോഷൻ ഓഫ് ഹെൽത്ത്, പ്രിവെൻഷൻ ഓഫ് ഡിസീസസ് ആൻഡ് ക്യൂർ. ക്യൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? സുഖപ്പെടുത്തൽ, സുഖപ്പെടുത്തുക. ഓക്കെ, ക്യൂർ എന്ന് പറഞ്ഞാല് സുഖപ്പെടുത്തുക. അപ്പൊ എന്താണ്? യുനാനി സിസ്റ്റത്തിലും എന്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്? ഹെൽത്ത്ഫുൾ ലിവിങ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് ഡിസീസസ്. പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തടയുക അല്ലെ, ശരീരത്തിലേക്ക് വരുന്ന രോഗങ്ങളെ തടയുന്നു, അല്ലെങ്കിൽ വരുന്ന രോഗങ്ങളെ സുഖപ്പെടുത്തുന്നു. മനസ്സിലായോ? യുനാനി സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? നല്ല രീതിയിൽ ഹെൽത്ത്ഫുൾ ലിവിങ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിലേക്ക് വരുന്ന രോഗങ്ങളെ തടയുന്നു. ഇനി ഫാദർ ഓഫ് യുനാനി ആരാ? അറിയോ? ഫാദർ ഓഫ് യുനാനി സിസ്റ്റം. ഫാദർ ഓഫ് യുനാനി അറിയില്ല? വെരി ഗുഡ്. ആരാണ്? ഹിപ്പോക്രാറ്റസ് അല്ലെ. ഓക്കെ, അപ്പൊ യുനാനി സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്താ നിങ്ങള്? ഫസ്റ്റ് പോയിന്റ് എഴുതിക്കോളൂ. ഫാദർ ഓഫ് യുനാനി എന്നിട്ടൊരു ഹൈഫൺ ഇടാ. ഹിപ്പോക്രാറ്റസ്.
എഴുതാട്ടോ. ചെറുതാക്കി എഴുതിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എക്സാമിനൊക്കെ വായിച്ചു നോക്കാനായിട്ട് എളുപ്പമായിരിക്കും. പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പഠിക്കാൻ അത്ര നമുക്ക് ബോറടിക്കില്ല. ചെറുതാക്കി എഴുതിയാൽ മതി. ഫാദർ ഓഫ് യുനാനി ഹിപ്പോക്രാറ്റസ്. ഇദ്ദേഹം ഗ്രീക്ക് ഫിലോസഫർ ആണ്. രണ്ടാമത്തെ പോയിന്റ് ഗ്രീക്ക് ഫിലോസഫർ. ഗ്രീക്ക് ഫിലോസഫർ. രണ്ട് പോയിന്റ് എഴുതിയോ? ഇത് കഴിഞ്ഞാല് തമ്മിടണം കേട്ടോ. ഓക്കെ. ഇനി തേർഡ് പോയിന്റ് പറയുന്നത് ഈ യുനാനി സിസ്റ്റത്തില് രണ്ട് പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടോ, നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, അറിഞ്ഞിരിക്കുന്ന മാത്രം മതി. ഓക്കെ, അപ്പൊ എഴുതിക്കോളൂ. മൂന്നാമത്തെ പോയിന്റ്, ദിസ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ടു പ്രിൻസിപ്പിൾസ്. This system is based on two principles. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ്, കമന്റ് ഇട്ട് തരാം കേട്ടോ. ചതുർദോഷ തിയറി. ചതുർദോഷ തിയറി. ഇനി സെക്കൻഡ് ആണ്, കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, നോക്കി എഴുതാം. ചതുർദോഷ തിയറി. സെക്കൻഡ് വൺ ചതുർഭൂത തിയറി. ചതുർഭൂത തിയറി. ചതുർഭൂത തിയറി. Chaturdosha theory and Chaturbhuta theory. Okay, ini third point നോക്കിയേ. Third point എഴുതിക്കോളൂ കേട്ടോ. Sorry. Third point എഴുതിക്കോളൂ. The system said that fourth point ആണല്ലോ ഇത്. fourth point ആണ് കേട്ടോ. പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. The system said that four components are seen, S-E-E-N, seen in the human body. The system said that four components are seen in the human body. First component ആണ് blood. Kapha. Second component kapha. Third component bile. Fourth component black bile. കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ മിസ്, ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാ ബ്ലഡ്, കഫ, ബെയിൽ എന്താ? പിത്തരസം, ബ്ലാക്ക് ബെയിൽ. അപ്പോ യുനാനി സിസ്റ്റത്തിന്റെ ഫാദർ എന്ന് പറയുന്നത് ആരാണ്? ഹിപ്പോക്രാറ്റസ് ആണ്. അദ്ദേഹം ഗ്രീക്ക് ഫിലോസഫർ ആണ്. ഇതിനകത്ത് രണ്ട്
പ്രിൻസിപ്പളിന്റെ കാര്യമാണല്ലേ പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി കേട്ടോ, ഓർത്ത് വെച്ചാൽ മതി. എന്താണ് ചതുർഭൂത തിയറി, ചതുർദോഷ തിയറി. ഇനി നമ്മൾ ആയുർവേദത്തിൽ പഠിച്ച പോലെ തന്നെ യുനാനി സിസ്റ്റത്തിലും 4 കമ്പോണൻസ് ഉണ്ടെന്നാണല്ലേ പറയുന്നത്. ഹ്യൂമൻ ബോഡിയിൽ 4 കമ്പോണൻസ് ഉണ്ട്. ഏതൊക്കെയാണത്? ബ്ലഡ്, വെയില്, ബ്ലാക്ക് വെയില്, കഫ. ഇനി ഈ കമ്പോണൻസിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തില് രോഗങ്ങൾ ഉണ്ടാകുന്നു. കറുത്ത പിത്തരസം, കൺസെപ്റ്റ് മനസ്സിലായോ നിങ്ങൾക്ക് യുനാനി സിസ്റ്റത്തിന്റെ? ഓക്കെ, ഇനി ഡൗട്ട് ഉള്ളവരുണ്ടോ? ഒന്നുകൂടി പറയണോ മിസ്? ഓക്കെ ആണോ? വേണ്ട. ഇനി നെക്സ്റ്റ് ആണ് ഇത് സിദ്ധ സിസ്റ്റം. സിദ്ധ സിസ്റ്റം attempts to define disease as the condition in which the normal equilibrium of the 5 elements in human beings is that result in different forms of discomfort. എന്താ പറയുന്നത്? ഇവിടെ 5 എലമെന്റ്സിന്റെ കാര്യം പറയുന്നുണ്ടല്ലേ. നമ്മൾ എവിടെയാണ് 5 എലമെന്റ്സ് പഠിച്ചത്? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ നോക്കട്ടെ. നമ്മൾ എവിടെയാണ് പഠിച്ചത് 5 എലമെന്റ്സിന്റെ കാര്യം? വെരി ഗുഡ്, ആയുർവേദയിലല്ലേ. ഏതൊക്കെയായിരുന്നു 5 എലമെന്റ്സ്? ഏതൊക്കെയായിരുന്നു? ആകാശം, വായു, ഭൂമി, ജലം, അഗ്നി അല്ലെ. ആയുർവേദയുടെ സെയിം കൺസെപ്റ്റ് തന്നെയാണ് സിദ്ധ സിസ്റ്റത്തിലും ഫോളോ ചെയ്യുന്നത്. മനസ്സിലായോ? 5 എലമെന്റ്സിന്റെ കാര്യം അവിടെ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അവിടെ ഒന്ന് കുറിച്ച് വെക്കാം. സിദ്ധ സിസ്റ്റം എഴുതാം, എന്നിട്ട് അവിടെ പറയാം, അല്ലെങ്കിൽ അവിടെ എഴുതി കൊടുക്കാം. വെച്ചോട്ടായിട്ട് എഴുതാം. ഇത് ആയുർവേദയിൽ പറഞ്ഞതുപോലെ തന്നെയുള്ള പഞ്ചമഹാഭൂതാസ് സിദ്ധ സിസ്റ്റത്തിലുമുണ്ട് അല്ലെ. 5 എലമെന്റ്സിന്റെ കാര്യം കൂടെ പറയുന്നുണ്ടല്ലേ. അത് തന്നെയാണ് നമ്മുടെ സിദ്ധ സിസ്റ്റത്തിലും പറയുന്നത്. ആയുർവേദയിൽ പറഞ്ഞതുപോലെ തന്നെയുള്ള പഞ്ചമഹാഭൂതാസിന്റെ കാര്യം സിദ്ധ സിസ്റ്റത്തിലും പറയുന്നുണ്ട്. എന്താ പഞ്ചമഹാഭൂതാസ് എന്ന് പറഞ്ഞാല്? പ്രപഞ്ചത്തിലെ ഓരോ കണികയും ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്? 5 എലമെന്റ്സ് കൊണ്ടാണ്. ആകാശം, വായു, ജലം, അഗ്നി. അതിനെ പറയുന്നതാണ് പഞ്ചമഹാഭൂതാസ്. ഇനി നമ്മുടെ ശരീരത്തില് ഈ 5 എലമെന്റ്സ് നിലനിൽക്കുന്നത് എങ്ങനെയാണ്? 3 കമ്പോണൻസ് അല്ലെ, 3 ഫോംസിലാണ് നിലനിൽക്കുന്നത്. ഏതൊക്കെയാണ്? വാത, പിത്ത, കഫ. അതിനെ പറയുന്ന പേരാണ് ത്രിദോഷങ്ങൾ. ഇത്രയും ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയും നിങ്ങളുടെ രീതിയിൽ എഴുതി കഴിഞ്ഞാല് മിസ്സിന് ഒന്ന് കമന്റ് ഇടണം കേട്ടോ. നെക്സ്റ്റ് സെന്റൻസ് പറഞ്ഞു തരാനാണ്. ആയുർവേദയുടെ സെയിം കൺസെപ്റ്റ് തന്നെയാണ് സിദ്ധ സിസ്റ്റത്തിലും പറയുന്നത്. പഞ്ചമഹാഭൂതാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രപഞ്ചത്തിലെ ഓരോ കണികയും ഉണ്ടായിരിക്കുന്നത് 5 എലമെന്റ്സ് വഴിയാണ്. 5 എലമെന്റ്സ് ഏതൊക്കെയാണ്? 5 എലമെന്റ്സ് വായു, ആകാശം, വായു, ഭൂമി, ജലം, അഗ്നി. അതിനെയാണ് പഞ്ചമഹാഭൂതാസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഹ്യൂമൻ ബോഡിയില് ഈ 5 എലമെന്റ്സ് നിലനിൽക്കുന്നത് 3 ഫോംസിലാണ്. വാത, പിത്ത, കഫ. അതിനെ പറയുന്ന പേരാണ് ത്രിദോഷങ്ങൾ. ഇത്രയും നിങ്ങൾ എഴുതി വെച്ചോ നിങ്ങളുടെ രീതിയില്? ഓക്കെ, ഇനി നെക്സ്റ്റ് സെന്റൻസ് ആയിട്ട് എഴുതിക്കോളൂ കേട്ടോ. The Siddha system is a traditional system
The Siddha system is a traditional system. The Siddha system is a traditional system generated from എവിടെ നിന്നാണ് സിദ്ധ സിസ്റ്റം വന്നിരിക്കുന്നതെന്ന് അറിയോ? ആർക്കെങ്കിലും സിദ്ധ സിസ്റ്റം വന്നിരിക്കുന്നത് ഏത് കൾച്ചറിൽ നിന്നാണ്? ഗസ് ചെയ്യാൻ പറ്റോ? ഐഡിയ ഉണ്ടോ സിദ്ധ സിസ്റ്റം വന്നിരിക്കുന്നത് ഏത് കൾച്ചറിൽ നിന്നാണെന്ന്? അല്ല. ഓക്കെ, അറിയില്ല. ഓക്കെ, പറഞ്ഞുതരാം. ഒന്നുമല്ല. സിദ്ധ സിസ്റ്റം വന്നിരിക്കുന്നത് തമിഴ് കൾച്ചറിൽ നിന്നാണ്. എഴുതിക്കോളൂ കേട്ടോ. The Siddha system is a traditional system generated from Tamil culture. Tamil culture. ഈ സെക്കൻഡ് പോയിന്റ് ആണ്. The system believes that the role of three components. നമ്മൾ പറഞ്ഞു അല്ലെ, ത്രിദോഷങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ? അതാണ് ഈ സെന്റൻസിൽ നമ്മൾ എഴുതുന്നത് കേട്ടോ. The system believes that the role of three components. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ വാത, സെക്കൻഡ് വൺ പിത്ത, തേർഡ് വൺ കഫ. വാത, പിത്ത, കഫ. നെക്സ്റ്റ് പോയിന്റ് പറയട്ടെ? എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എഴുതിക്കോളൂ. It ensures ensure എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറപ്പുവരുത്തുക. It ensures prevention and promotion of health though the principle of food is medicine. Food is medicine and medicine is food. Food is medicine and medicine is food. ഒന്നുകൂടി വായിക്കാം കേട്ടോ സെന്റൻസ്. It ensures prevention and promotion of health though the principle of food is medicine and medicine is food. ഇത് കഴിഞ്ഞോ? ഇത്രയും കാര്യങ്ങളാണ് സിദ്ധ സിസ്റ്റത്തിൽ പറയുന്നത് കേട്ടോ. എന്താണ് സിദ്ധ സിസ്റ്റത്തിൽ നമ്മൾ എഴുതിയത്? പഞ്ചമഹാഭൂതാസിന്റെ കാര്യങ്ങൾ എഴുതി, അതുപോലെ തന്നെ ത്രിദോഷങ്ങൾ നമ്മൾ എഴുതി. ഇനി അതിനുശേഷം പറഞ്ഞത് സിദ്ധ സിസ്റ്റം എന്ന് പറഞ്ഞാല് ട്രഡീഷണൽ, നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലെ, ട്രഡീഷണൽ ആയിട്ടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം ആണ്. അത് വന്നിരിക്കുന്നത് തമിഴ്
കൾച്ചറിൽ നിന്നാണ്. ഇനി നമ്മൾ പറഞ്ഞു 3 കാര്യങ്ങൾ അല്ലെ, ത്രിദോഷങ്ങള്, വാത, പിത്ത, കഫ. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഈ പഞ്ചമഹാഭൂതാസ് നിലനിൽക്കുന്നത് 3 ഫോംസിലാണ്: വാത, പിത്ത, കഫ. ഇനി ഇതിനകത്ത് ഏതെങ്കിലും പിത്തയുടെയോ അല്ലെങ്കിൽ വാദത്തിന്റെയോ അല്ലെങ്കിൽ കഫത്തിന്റെയോ ഏതെങ്കിലും ഒരളവ് കൂടുകയോ കുറയുകയോ ചെയ്തു കഴിഞ്ഞാല് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഡിസീസസ് ഉണ്ടാകുന്നുണ്ട്. ഇനി എന്താണ് ഈ സിദ്ധ സിസ്റ്റം ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ പറഞ്ഞു അല്ലെ. 3rd പോയിന്റില് എന്താണ് പ്രിൻസിപ്പിള്? ഫുഡ് ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ്. നല്ല ഫുഡ്, നല്ല ആഹാരം കഴിച്ചു കഴിഞ്ഞാല് ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകും. ചീത്ത ഫുഡ് ആണെങ്കിലോ എന്താ സംഭവിക്കാം? ചീത്ത ഫുഡ് കഴിച്ചു കഴിഞ്ഞാല് എന്ത് സംഭവിക്കും? ചീത്ത ഫുഡ് കഴിച്ചു കഴിഞ്ഞാല്, നല്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞാല് ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവും അല്ലെ. ചീത്ത ഫുഡ് കഴിച്ചു കഴിഞ്ഞാലോ ദോഷം, ഒക്കെ ഡിസീസസ് ഉണ്ടാകുന്നുണ്ട് അല്ലെ. ഹെൽത്ത് ഇഷ്യൂസ്, അൺഹെൽത്തി ആവും. ഓക്കെ, വെരി ഗുഡ്. ഇതൊക്കെയാണ് സിദ്ധ സിസ്റ്റത്തില് നമ്മള് പഠിച്ചത്. കിട്ടിയോ? നമ്മള് ഇന്ന് ഇത്രയും വരെ ദിവസം എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്തത് എടുക്കാം. ക്ലിയർ ആയോ? ഇത്രയും വരെയും നമ്മൾ ഇന്ന് പഠിച്ചത് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ സിസ്റ്റം. ഓക്കെ, ഇത്രയും കാര്യങ്ങള് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വായിച്ച് പഠിച്ചിട്ട് വരാം. ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി മിസ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, ആയുർവേദ എന്ന് പറയുന്നത് എന്താണ്? സയൻസ് ഓഫ് മെഡിസിൻ ആണ്. അതൊന്ന് ഓർത്ത് വെക്കാം, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ആയുർവേദത്തിൽ നമ്മൾ പഠിച്ചത് പഞ്ചമഹാഭൂതാസ് പഠിച്ചു, ത്രിദോഷങ്ങള് പഠിച്ചു. പേൽ എന്ന് പറഞ്ഞാല് പിത്തരസം ഇല്ലേ, പിത്തരസം, പിത്തരസം. ബ്ലാക്ക് ബെയിൽ എന്ന് പറഞ്ഞാല് കറുത്ത പിത്തരസം. പിന്നെന്താണ്? യോഗ നമ്മൾ പഠിച്ചല്ലേ. യോഗയിൽ എന്താണ്? യോഗ ചെയ്യുന്നത് മൂലം നമുക്ക് എന്താണ്? നമുക്കറിയാം, അഡ്വാൻറ്റേജസ് അറിയാലോ. യോഗ കൊണ്ടുള്ള ഗുണങ്ങൾ അല്ലെ. റിലാക്സ് ആവും, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കുറയും അല്ലെ. ഹോർമോൺ ഡിസീസസ് ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ഹാപ്പിനെസ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. സ്ട്രെസ് കുറയും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളും ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ യുനാനി സിസ്റ്റം പഠിച്ചു. ഫാദർ ഓഫ് യുനാനി സിസ്റ്റം ആരാണ്? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആരാണ് യുനാനി സിസ്റ്റത്തിന്റെ ഫാദർ? മറന്നുപോയാ? ഹിപ്പോക്രാറ്റസ് ആണ്. എന്താണ്? അദ്ദേഹം ഗ്രീക്ക് ഫിലോസഫർ ആണ്. അതിനകത്ത് നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചില്ലേ? പ്രിൻസിപ്പിള് അല്ലെ. യുനാനി സിസ്റ്റത്തിലെ പ്രിൻസിപ്പിള് 2 പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുന്നത്. ചതുർഭൂത ആൻഡ് ചതുർദോഷ തിയറി. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും മിസ് ഒന്ന് ഓർത്ത് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഫാദർ ഓഫ് യുനാനി എന്തായാലും പഠിക്കണം, ഓർത്തിരിക്കണം. ഹിപ്പോക്രാറ്റസ് ആണ്, മറന്നു പോകരുത്. പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത് യുനാനി സിസ്റ്റത്തില്? എന്താണ്? 4 കമ്പോണൻസ് ഉണ്ട് അല്ലെ നമ്മുടെ ഹ്യൂമൻ ബോഡിയില്. ബ്ലഡ്, വെയില്, ബ്ലാക്ക് വെയില്, കഫ. ഇതിനകത്ത് ഏതെങ്കിലും ഒരളവ് കൂടുകയോ കുറയുകയോ ചെയ്തു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിന് അസുഖങ്ങൾ ഉണ്ടാകുന്നു. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വണ്ണാണ് നമ്മൾ പഠിച്ചത് സിദ്ധ സിസ്റ്റം. സിദ്ധ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ആയുർവേദയുടെ സെയിം കൺസെപ്റ്റ് തന്നെയാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. 5 എലമെന്റ്സിന്റെ കാര്യം ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഈ 5 എലമെന്റ്സ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നിലനിൽക്കുന്നത് എങ്ങനെയാണ്? ഏത് ഫോമില? ഏത് ഫോമിലാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നിലനിൽക്കുന്നത്? ഏത് ഫോമില? 3 ഫോംസിൽ അല്ലേ. ഏതൊക്കെയാണ്? വാത, പിത്ത, കഫ. അതിനെ ത്രിദോഷങ്ങൾ എന്ന് പറയുന്നുണ്ട്. ത്രിദോഷ. ഓക്കെ. അതുപോലെ തന്നെ ഈ സിദ്ധ സിസ്റ്റം വന്നിരിക്കുന്നത് തമിഴ് കൾച്ചറിൽ നിന്നാണ്. ഓക്കെ. പിന്നെ എന്താണ്? ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെ സിദ്ധ സിസ്റ്റം.
ഏതാണ്? ഫുഡ് ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ്. നല്ല ആഹാരം കഴിച്ചു കഴിഞ്ഞാല് ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകുന്നു. ബാഡ് ഫുഡ്സ് കഴിച്ചു കഴിഞ്ഞാലോ, ചീത്ത ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ്? ശരീരം അൺഹെൽത്തി ആവുന്നുണ്ട് അല്ലെ, ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മിസ് ക്ലാസ് എടുക്കുന്നത് ക്ലിയർ ആണോ? ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണോ മിസ്? ഓക്കെ ആണോ? ഇങ്ങനെ ക്ലാസ് എടുത്താൽ മതിയോ മിസ്? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ചോളൂ കേട്ടോ, വിളിച്ചുകൊണ്ടിരിക്കരുത്. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ പഠിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, ടൈം ടേബിള് മക്കൾക്ക് കിട്ടിയിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് ഓഫീസിൽ പറയാം കേട്ടോ, ടൈം ടേബിള് കിട്ടിയിട്ടില്ല. ഓക്കെ ഓക്കെ, പറയാം കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഇല്ലേ നിങ്ങൾക്ക്? വാട്സപ്പ് ഗ്രൂപ്പ് ഓക്കെ. ഇപ്പൊ വരും കേട്ടോ, ഇന്നലത്തെ ടെസ്റ്റ് മോക്ക് ടെസ്റ്റിംഗ് ഇടുള്ളൂ. ഓക്കെ, ഇനി ക്ലാസ് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് 2 ക്ലാസ് ഉണ്ട് ഡെയിലി. ഈ നെക്സ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ് ആണ് സാറായിട്ട് ക്ലാസ് എടുക്കുന്നത് കേട്ടോ. താങ്ക് യു.